കാണാൻ ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങേരി പ്രോഗ്രാമിന് നിൽക്കോ. ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ, ലോകമെമ്പാട് ആരാധകരുള്ള ഒരു മനുഷ്യൻ, കുറ്റം പറയുന്നല്ല, അദ്ദേഹത്തിന് കാശ് കിട്ടുന്നുണ്ട്, അദ്ദേഹം ഹാങ്കറായിട്ട് പോകുന്നത് ആ പണി അതിലും വേറെ പണിയൊക്കെയാണ്. അതെന്തായെങ്കിലും ആയിക്കോട്ടെ, ഇന്ന് കാശ് കിട്ടുന്നുണ്ടോ. ലാലേട്ടൻ ഞാൻ ഹാങ്കറാണ്, അല്ലാണ്ട് അതിൻ്റെ അംബാസഡർ ഒന്നുമല്ല. ആ പുള്ളി അദ്ദേഹത്തിന് കാശ് കിട്ടി എന്ത് പരിപാടിയും ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാനാണെങ്കിലും കാശ് കിട്ടിയാൽ നമ്മൾ പക്ഷേ കുറച്ച് മെനയുള്ള പരിപാടി നമ്മൾ ചെയ്യും. വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ ഇത് ഇവിടെ പറയാൻ കാരണം, ആ ഒരു ഷോ കാണാത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ. എന്നാൽ കുടുംബപേക്ഷകരായിട്ട് വീട്ടിലിരിക്കുന്ന അമ്മയും പങ്ങൾ ഇന്നത് കാണാനും പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് പോയിക്കുന്നത്. കാരണം ഇന്ന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കയറി നോക്കി എൻ്റെ പൊന്നടാവി ചെറിയ ചീത്ത കളി ഓണായിരിക്കും എൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് ആ വഴി നേരെ റിട്ടേൺ ഓടിപ്പോകും. ഇത് പറയാൻ ഞാനിപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി, ഒരു ലേഡി അതിൻ്റെ അകത്തുണ്ട്. ആ ഒരു ലേഡി ഒരാണും പെണ്ണുമായിട്ട് ജീവിക്കുന്നത്. അതായത് നമ്മുടെ ജെൻഡർ അനുസരിച്ച് നമുക്ക് പറയാവുന്നതാണ്, പെണ്ണും ആണ് പെണ്ണാകുന്നു, പെണ്ണ് ആണാകുന്നു. അതൊക്കെ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം. നമ്മളെ അംഗീകരിപ്പിക്കാൻ പറ്റില്ല ഒരാളെ കൊണ്ടില്ല. എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ചെയ്തോട്ടെ, എനിക്കത് തടസ്സമില്ല. അത്രേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും. ഞാൻ അംഗീകരിക്കുന്നില്ല അത്. ആ ഒരു വ്യക്തി അത് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ പറഞ്ഞ് കിടന്ന് കേൾപ്പിക്കുന്ന കാര്യമാണ് ഈ കാണുന്നത്. ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ, നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണോ? നിങ്ങൾ എന്താ പറഞ്ഞ നിങ്ങൾക്ക് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്റെ വീട്ടിൽ വന്നിട്ട് അതിനെ കൊണ്ട് എന്തെങ്കിലും ഭാഗം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഈ ഷോ എന്ന് പറയുന്ന ഭാഗം കൊടുക്കുന്ന ശനി ഞായറും ഇങ്ങനെ ലാലേട്ടൻ വരും. അത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാനി കേൾക്കാന്നല്ലാണ്ട് അങ്ങനെ ഒന്നും പറയിപ്പിക്കില്ല. ഇങ്ങനെ പല പോയിന്റുകൾ അവിടെ വന്നപ്പോൾ അത് കാണിക്കാണ്ട് സത്യമായിട്ടും കാണിക്കാണ്ട് പോയ പല കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഞാൻ നിൽക്കുള്ളൂ. കാരണം ഞാൻ അംഗീകരിക്കില്ല അവർ എന്ന് പറഞ്ഞു. അത് അവരുടെ സ്റ്റാൻഡ്. ലാലേട്ടൻ എന്റെ കുടുംബത്തിൽ കയറ്റും, ഞാൻ അംഗീകരിക്കും, നിങ്ങൾ അംഗീകരിച്ചു, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് ഈ രണ്ട് പെണ്ണുങ്ങൾ പരസ്പരം ജീവിക്കുന്നുണ്ട്. അവർ ഉമ്മായും പാപ്പാനെയും കുടുംബം എല്ലാം വിട്ട് അവരെ ദേഷ്യപ്പെടുത്തി അവർ സങ്കടപ്പെടുത്തിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ നമ്മുടെ യാഷിൻ ജാസി എന്ന് പറയുന്ന രണ്ടുപേരും, ഇവരെ ലോകമേ അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ അവരെ ഭയങ്കരമായിട്ട് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പെണ്ണായിട്ട് കൂട്ടേണ്ട ആണും രണ്ടാണുങ്ങൾ തമ്മിൽ ജീവിക്കുന്നു. അത് അങ്ങനെ കൂട്ടിയാൽ പോരെ. അപ്പോൾ അവരെ അംഗീകരിക്കുന്നത് ഇവരങ്ങനെ. അതിന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഹാഷിയുടെ ഉമ്മ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ഒരു ന്യൂസ് ചാനലിന് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കാലത്ത് ഉമ്മ എന്നെ സ്വീകരിച്ചമാരുടെ അടുക്കളയിൽ ഞാൻ വരുന്നു, ഒരിക്കലും ഉണ്ടാവില്ല. നിന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കില്ല. കൂടുതൽ കേൾക്കാനായാലും നിങ്ങൾ എല്ലാവരും കണ്ടെന്തായിരിക്കും നമ്മുടെ നമ്മളും ആ ഒരു സങ്കടം കേട്ടപ്പോൾ നമുക്കും അരിവ് തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ ആശീനെ ജാസിനെ അംഗീകരിക്കുന്നത്, ഈ പറഞ്ഞ രണ്ട് പെണ്ണുങ്ങളെയാണെങ്കിലും അംഗീകരിക്കുന്നില്ല. അത് എൻ്റെ ഞാൻ മാത്രം, എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയണത്, എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് മറ്റുള്ളവരല്ല. അത് അടിച്ചേൽപ്പിക്കാനും പറ്റില്ല. അന്ന് ഉമ്മ വന്നപ്പോൾ ഈ പറഞ്ഞ ഇന്നിപ്പോൾ ആ രണ്ട് പെണ്ണുങ്ങൾ അംഗീകരിക്കുന്ന ഈ പറഞ്ഞ പൊതുജനം അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇന്ന് ഇവരങ്ങോട്ട് തള്ളി പറയുന്നത്. അത് തന്നെയല്ലേ സെയിം തന്നെയല്ലേ രണ്ടാണുക്കൾ രണ്ട് പെണ്ണുങ്ങൾ. ഇത് സെയിം തന്നെയല്ലേ ഈ സംഭവം നടന്നത്. ഇനി ഉമ്മാനോട് അല്ലെങ്കിൽ തോന്നിയിട്ടാണോ അല്ലെങ്കിൽ ഉമ്മാനോട് ഇത് തോന്നിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞത് അതൊരു ശരിയായ കാര്യമല്ലല്ലോ. അത് ഉമ്മ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് ഇവർ ഇഷ്ടമല്ല എന്ന് പറയുന്നതല്ലല്ലോ ശരി. നിനക്ക് നിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ, ലോജിക്കലി നീ പറയുമ്പോഴല്ലേ അത് സെറ്റ് ആകരുത്. അല്ലാണ്ട് ഇപ്പോൾ ലാലേട്ടന് എൻ്റെ കുടുംബത്തിൽ കയറ്റാൻ അവരെ പ്രശ്നമല്ല, ജാസിനെ ആശീനെ എൻ്റെ കുടുംബത്തിൽ കയറ്റാൻ, നൂറേനെ അതിലേനും കയറ്റാൻ, മറ്റവരെ ഇവരെയും കയറ്റാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ കയറണോ? ആവശ്യമില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് ആദില നൂറക്ക് അത് പെണ്ണായതുകൊണ്ടും കുറച്ച് സൗന്ദര്യമുള്ളതുകൊണ്ടും കാണാൻ കോലമുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ, ഈ ആശീനെയും കാണാനും ജാസിനെ കാണാനും വലിയ കോലക്കുറവൊന്നുമില്ല, അതുകൊണ്ടാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ഇവരെയും സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ടീമിനെ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി. അമ്മ പറഞ്ഞത് 100% ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ആദ്യയുടെ നൂറേനും വീട്ടിലാണെങ്കിലും ഇത് പോയി കഴിഞ്ഞാൽ ഇതന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുമ്പോൾ രണ്ട് നീതിയായിട്ട് കൊടുക്കും, ഇവരേ നീതിയായിട്ട് കൊടുക്കും. ലാലേട്ടനാണെങ്കിൽ ഭയങ്കര ടോപ്പ് മാനാണ്.